നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൻസിൽവാനിയയിൽ ബട്ട്ലർ എന്ന സ്ഥലത്ത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ ആക്രമണത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് വെടിയേറ്റിട്ടുണ്ട്. വെടിയേറ്റ ദൃശ്യങ്ങളടക്കമുള്ളവ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. ചെവിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് വെടിയേറ്റത്. വെടിയേറ്റതിന് ശേഷം ചോര വാർന്നൊഴുകുന്ന ട്രംപിന് നമുക്ക് കാണാൻ സാധിക്കും. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി സെക്യൂരിറ്റി ഗാർഡുകൾ അടക്കമുള്ളവ വരുന്നത് നമുക്ക് കാണാം. ആക്രമണത്തിൽ ട്രംപിന് പരിക്കേറ്റെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. സംഭവത്തിൽ കാണികളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും പ്രാഥമിക വിവരമുണ്ട്. ട്രംപിന്റെ വലത്തേ ചെവിയിൽ നിന്ന് രക്തം ഒഴുകുന്ന ദൃശ്യങ്ങളും പുറത്തുവരുന്നുണ്ട്. ആക്രമിയെന്ന് സംശയിക്കുന്നയാൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയതായും സംശയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഈ സീക്രട്ട് സർവീസ് സുരക്ഷാ സേന ഇടപെട്ട് ട്രംപിന് സുരക്ഷാ വലയം തീർത്തു. ട്രംപ് നിലവിൽ സുരക്ഷിതനാണെന്നാണ് സുരക്ഷാ സേന അറിയിച്ചത്. സംഭവത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പ്രസിഡന്റ് ജോ ബൈഡനെ ധരിപ്പിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ട്രംപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചുവെന്നും ആരോഗ്യനില തൃപ്തികരമാണ് എന്നും ട്രംപിന്റെ വക്താവ് അറിയിച്ചു. ഗാലറിയിൽ നിന്ന് വെടിയൊച്ച കേട്ടതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ട്രംപിന് നേരെ ഉണ്ടായത് വധശ്രമമാണ് എന്ന നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ പൊടുന്നനെ ഇത്തരത്തിലൊരു ആക്രമണം അതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം ഉയരുകയാണ്. ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം ട്രംപ് രക്ഷപ്പെട്ടു എന്നാണ് കണ്ടുനിന്നവരെല്ലാവരും പറയുന്നത്. വലത്തേ ചെവിയിലാണ് ഇപ്പോൾ മുറിവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിനുള്ള ശസ്ത്രക്രിയ, അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ളവ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകരി, അതായത് ഈ ട്രംപിനെ വെടിവെച്ചയാൾ മരണപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം.